നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് പ്ലാനുകളാകെ തകിടം മറിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അർജന്റീൻ മാധ്യമം ടി.വൈ.സി സ്പോർട്സ് ഈ ഒരു കൺസേൺ കൃത്യമായി ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് ഫൈനലിസിമയുടെ കാര്യം. ഫൈനലിസിമ ഓക്കെ, അത് ഖത്തറിൽ നടന്നില്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും വേദിയിലേക്ക് മാറ്റും, അതല്ലെങ്കിൽ യു.എസിൽ വെച്ച് നടക്കും. അത് നാളെയാണ് അതിൻ്റെ ഫൈനൽ തീരുമാനം വരുന്നത്. എന്നാൽ ഇത് മാത്രമായിരുന്നില്ല. ഖത്തറിലൊരു വലിയ ഫുട്ബോൾ ഫെസ്റ്റിവൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അർജൻറ്റീന വേഴ്സസ് ഖത്തർ മത്സരം ഈ ഫൈനലിസിമക്ക് 4 ദിവസങ്ങൾക്ക് ശേഷം നടത്താൻ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. ആ കളി നടക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുമാത്രമല്ല, വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് മെക്സിക്കോക്കെതിരെയും ഹോണ്ടുറാസിനെതിരെയും മത്സരങ്ങൾ അർജൻറ്റീന ഷെഡ്യൂൾ ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. മെക്സിക്കോയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി ഒരു പക്ഷേ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഈ ഫൈനലിസിമ പോരാട്ടം മാത്രം, അതായത് ഖത്തറിലല്ലെങ്കിൽ യൂറോപ്പിൽ വെച്ച് നടക്കുന്ന അല്ലെങ്കിൽ യു.എസിൽ വെച്ച് നടക്കുന്ന ആ ഒരു കളി മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അർജൻറ്റീനയ്ക്ക് ബാക്കിയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അത് വേൾഡ് കപ്പിനുള്ള അർജൻറ്റീനയുടെ പ്രിപ്പറേഷനെ നെഗറ്റീവായി ബാധിക്കും എന്നാണ് ടി.വൈ.സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. കൺസേൺ ഇൻ ദി അർജൻറ്റീൻ നാഷണൽ ടീം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, ഫൈനൽ സീമ മാത്രമായേക്കാം 2026 വേൾഡ് കപ്പിന് മുമ്പുള്ള അർജൻറ്റീനയുടെ ഒരേ ഒരു മത്സരം. എന്നിട്ട് വിശദമായിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിലവർ പറയുന്നുണ്ട്, ഇനി വേൾഡ് കപ്പിന് 100 ദിവസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു മൊമെൻറ്റിൽ അർജൻറ്റീന ടീം, വേൾഡ് കപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന അർജൻറ്റീന ടീമിന് ചില ആശങ്കകളുണ്ട്. അതിൽ പ്രധാനമായും വന്നിരിക്കുന്നത് എത്ര മത്സരങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിന് മുമ്പ് അവർക്ക് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിലവിലെ അവസ്ഥയിൽ ഈ കോൺമെബോളും യുവേഫയും ചേർന്നുകൊണ്ട് നടത്തുന്ന ഫൈനലിസിമ മാത്രമുള്ളത് ഖത്തറിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഒരു പക്ഷേ അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് മത്സരം മാറ്റിയേക്കാം. ആ കളി മറ്റൊരു വെന്യൂവിൽ നടന്നേക്കും. അത് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലോ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലോ ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കളി മാർച്ച് 27 നടക്കുക. പക്ഷേ അതിന് 4 ദിവസങ്ങൾക്ക് ശേഷം അർജൻറ്റീനയ്ക്ക് ഒരു ഫ്രണ്ട്ലി മത്സരം ഖത്തറിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ്. സ്പെയിനും ഈജിപ്തും സൗദി അറേബ്യയും സെർബിയയും ഒക്കെ അവിടെ കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ മത്സരങ്ങൾ ഇപ്പോൾ അനിശ്ചിതമായിട്ട് മാറി ഇരിക്കുകയാണ്. നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അൺസർട്ടനിറ്റി അവിടെയുണ്ട്. അതുകൊണ്ട് ആ മത്സരം നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൂടാതെ അർജൻറ്റീനയുടെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങളായിട്ട് മെക്സിക്കോക്കെതിരെയും ഹോണ്ടുറാസിനെതിരെയും മത്സരങ്ങൾ കളിക്കാനായിരുന്നു പ്ലാന്. അതായത് ജൂൺ 1 മുതൽ ജൂൺ 10 വരെയുള്ള സമയത്ത് ലാസ് വേഗാസിലും മയാമിയിലും കളിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അതിപ്പോൾ അർജൻറ്റീന ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നിലവിൽ കൺഫേംഡ് ആയിട്ട് ഒരേ ഒരു മത്സരമേ വേൾഡ് കപ്പിന് മുമ്പ് അർജൻറ്റീനയ്ക്കുള്ളൂ. അത് ഈ ഫൈനലിസിമ മത്സരം മാത്രമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അർജൻറ്റീനയ്ക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഒരുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സ്കലോനിക്ക് തൻ്റെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ വേണ്ട വിധത്തിൽ പരീക്ഷിച്ചറിയാനുള്ള അവസരങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും എ.എഫ്.എ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ കാണുമെന്നാണ് പ്രതീക്ഷ. മറ്റു മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തേക്കാം എന്നാണ് ടി.വൈ.സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.